ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രുദ്രാപൂരിൽ നിന്ന് രാവിലെ യാത്ര ഞാൻ തിരിച്ചു. മഴ നല്ലതുപോലെയുണ്ട്, അതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. രുദ്രാപൂരിൽ നിന്ന് ഹരിദ്വാർ വരെ 230 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. റോഡ് നല്ല റോഡാണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ മോശമുള്ളൂ. പോകുന്ന വഴിയിലെല്ലാം കൃഷി സ്ഥലങ്ങളാണ്. ഉത്തരാഖണ്ഡിലെ ഉധം സിംഗ് നഗർ ജില്ലയുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നഗരമാണ് രുദ്രാപൂർ. ഇവിടെയാണ് ഇന്നലെ താമസിച്ചത്. ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ഇവിടുത്തേത്. ഞാൻ രുദ്രാപൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശം റെസിഡൻസ് ഏരിയയിൽ ഉള്ള ചെറിയ ഒരു ലോഡ്ജിലാണ് ഇരുന്നു താമസം. രുദ്രാപൂർ വളരെ സിഖ് മതക്കാർ ഒത്തിരി താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം നിരവധി സിഖുകാർ പഞ്ചാബിൽ നിന്ന് പലായനം ചെയ്ത് ഇവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇവിടങ്ങളിൽ പഞ്ചാബി സംസ്കാരവും പ്രാദേശിക സംസ്കാരവും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിച്ചു കിടക്കുന്നു. ഡൽഹിയിൽ നിന്ന് നൈനിറ്റാൾ പോകുന്ന NH 87 രുദ്രാപൂർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ഹരിദ്വാറിലേക്കുള്ള യാത്ര ഞാൻ ആരംഭിച്ചത്. ഇവിടെ ഹരിദ്വാറിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഈ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഇട്ടേക്കണത് വളരെയധികം രസകരമായി തോന്നി. അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തി ഇതൊന്ന് കണ്ടത്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഗിൾ വേ റോഡാണ്. റോഡ് 4 വേ ആക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വെറും ഒരു വടികൾ അല്ലെങ്കിൽ മുളക്കാലുമേളാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. റോഡ് പണി ആയതുകൊണ്ടോ എന്തോ അറിയില്ല. ഇത് ശ്രദ്ധിച്ചാൽ ഇവിടെ എങ്ങനെയായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ലൈൻ ഞാൻ കണ്ടു. അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഹരിദ്വാർ ജില്ലയിലെ ഒരു നഗരവും മുനിസിപ്പൽ കോർപ്പറേഷനുമാണ് ഹരിദ്വാർ. ഗംഗാ നദിയുടെ വലതുകരയിൽ ശിവാലിക് പർവ്വതനിരകളുടെ താഴ്വാരത്തിലായിട്ടാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ ഹിന്ദുക്കളുടെ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കുന്നു. ഹരിദ്വാർ ശിവാലിക് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ആരാധനാലയങ്ങളിലൂടെ ഒരു കവാടമായും പ്രവർത്തിക്കുന്നു. ഇവിടെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള ഏറ്റവും പ്രശസ്തമാണ്. ഈ കുംഭമേള സമയത്ത് ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരും ഭക്തരും ഇവിടെ സന്ദർശനം നടത്തുന്നു. ഈ തീർത്ഥാടനത്തിലൂടെ മോക്ഷം നേടുന്നതിനു വേണ്ടി അവരുടെ പാപങ്ങൾ പൊറുക്കുന്നതിനും അത് കഴുകിക്കളയുന്നതിനും വേണ്ടി ഗംഗാതീരത്ത് സ്നാനം നടത്തുന്നു. ഐതിഹ്യമനുസരിച്ച് അമൃത തുള്ളികൾ വീണ 4 സ്ഥലങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ് പോലെ തന്നെ ഹരിദ്വാറും. ദശലക്ഷക്കണക്കിന് ആളുകൾ ഗംഗയിൽ നിന്ന് പുണ്യജലം എടുത്ത് കുടങ്ങളിൽ നിറച്ച് ഒത്തിരി കിലോമീറ്റർ ദൂരെ അവരുടെ ഗ്രാമങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ വഴിപാടായി വിതരണം ചെയ്യുന്ന കൻവാർ തീർത്ഥാടനം നടത്തുന്ന ഒരു ഇടം കൂടിയാണ് ഹരിദ്വാർ. ഹരിദ്വാർ എന്നാൽ ഹരി എന്നാൽ വിഷ്ണു എന്നും ദ്വാർ എന്നാൽ കവാടം എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് വിഷ്ണുവിൻ്റെ കവാടം എന്നും അർത്ഥമാക്കുന്നു. ചാർധാം യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം. കേദാർനാഥ്, ബദരിനാഥ്, ഗംഗോത്രി, യമുനോത്രി തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഒരു പ്രവേശന കവാടം കൂടിയാണ് ഇവിടം. ഗംഗാ നദിയുടെ ഉത്ഭവമായ ഗംഗോത്രി ഗോമുഖിൽ നിന്ന് ആരംഭിച്ച് 250 കിലോമീറ്റർ ഒഴുകി ഹരിദ്വാറിൽ ആദ്യമായി ഗംഗ ഒരു സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടം. ഹരിദ്വാർ ജില്ലയുടെ വലിയൊരു ഭാഗം വനമേഖലയാണ്. ഹരിദ്വാറിൽ 5 പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. ഹർക്കി പൗരി, കൻഖില ഘട്ട്, മാനസ ദേവീക്ഷേത്രം, ചാണ്ടി ദേവി ക്ഷേത്രം എന്നിവയാണ്.
നഗരത്തിലും പരിസരങ്ങളിലും മറ്റ് നിരവധി ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഉണ്ട്. ഹരിദ്വാർ മദ്യവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും ഇവിടെ ലഭ്യമല്ല. ഈ ഹർക്കി പൗര്യ, അതായത് ബ്രഹ്മകുണ്ട് ഘട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഗംഗാദേവിക്ക് നടത്തുന്ന ഗംഗാ ആരതി കാണാൻ സന്ദർശകരും വിശ്വാസികളും ഒത്തിരി, അതായത് ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഇവിടെ തടിച്ചുകൂടാറുണ്ട്. ഇതിൽ ആളുകൾ പങ്കെടുക്കാനും വളരെയധികം ആഗ്രഹിക്കുന്നു. ഹരിദ്വാറിൽ നിന്ന് നിരവധി ട്രക്കിംഗ് റൂട്ടുകൾ ഉണ്ട്. ഇതിൽ പ്രധാനം നീൽധാര പക്ഷി വിഹാർ ട്രക്കിംഗ് നടത്തുന്ന ഒരു സ്ഥലമാണ്. സന്ദർശകർക്ക് പക്ഷി നിരീക്ഷണവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഐസ് മൂടിക്കിടക്കുന്ന ശിവാലിക് പർവ്വതനിരകളെ കാണാനും ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. നമ്മൾ NH-58 കടന്നു പോകുന്നത്. NH ഇവിടെ വരുമ്പോൾ സിംഗിൾ വേയായി, അതുകൊണ്ട് മൊത്തം ബ്ലോക്കുമുണ്ട്. ആ ബ്ലോക്കിലെല്ലാം ടൂ വീലർക്കാർക്ക് വലിയ പ്രശ്നമില്ല. എല്ലാ ബ്ലോക്കുകളിലെ പോലെയും തന്നെ ടൂ വീലറുകാർ ഇത് മുന്നോട്ട് തന്നെ ബ്ലോക്ക് വകവയ്ക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു. ഇവിടുത്തെ വണ്ടിക്കാർ നമ്മളെ ടൂ വീലറുകാരെ അങ്ങനെ ശല്യപ്പെടുത്തുന്നൊന്നുമില്ല. അത് കടത്തിവിടാൻ തന്നെ അവർ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് വല്ലാതെ പ്രശ്നമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. NH-58 ഹരിദ്വാറിലൂടെ കടന്നു പോകുന്നു. ഇത് ഹസിയാബാദ്, മീററ്റ്, മുസാഫർ നഗർ, റൂർക്കി, ബദ്രിനാഥ് എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു NH ആണ്. ഇവിടെ എത്തുമ്പോൾ വളരെയധികം മോശമാണ്. റോഡ് മോശമായി കിടക്കുന്നു. അതുകൊണ്ട് യാത്രയും വളരെ പതുക്കെയാണ്. ബ്ലോക്കുമുണ്ട്. ഡൽഹിയിൽ നിന്ന് ഹരിദ്വാറിലേക്ക് ഡെയിലി സർവീസുകളെല്ലാം നടത്തുന്നുണ്ട്. വലിയ വലിയ വോൾവോ ബസ്സുകൾ, അങ്ങനെ സാധാരണ ബസ്സുകളെല്ലാം കൂടി ഒരു 200ഓളം ബസ്സുകൾ ഡെയിലി ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് സർവീസ് നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് 225 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഹരിദ്വാറിൽ നിന്ന് 35 കിലോമീറ്റർ മാറി ഡെറാഡൂണിൽ എയർപോർട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് സർവീസുമുണ്ട്. പക്ഷെ അത് ഇൻ്റർനാഷണൽ എയർപോർട്ടൊന്നുമല്ല. ഇതെല്ലാം കണ്ട് ഇന്നത്തെ ഗംഗാരതിയും കണ്ട് ഹരിദ്വാറിൽ കൂടണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല ബ്ലോക്കായ കാരണം സമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ ഹരിദ്വാറിൽ എത്തുമ്പോൾ ഹോട്ടൽ സംഗം ഹെറിറ്റേജിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഹോട്ടൽ അവിടെ എത്തിയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ പുറമേൽ നിന്ന് നല്ല റൂമൊക്കെ ആയിരുന്നു. പിന്നീട് ലഗേജ് എടുത്ത് അവിടെ എത്തിയപ്പോൾ ഉള്ളില്ലാത്തൊരു റൂമാണ് അവർ എനിക്ക് തന്നത്. അതിനുവേണ്ടി അവിടുത്തെ മാനേജറുമായി എൻ്റെ അറിയാവുന്ന ഹിന്ദി ഭാഷയിൽ സംസാരിച്ച് എൻ്റെ ക്യാമറയെല്ലാം ഞാനത് ആ റൂമെല്ലാം ക്യാമറയിലൂടെ പകർത്തുന്നത് കണ്ടപ്പോൾ അവരെനിക്ക് വേറൊരു റൂമിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി. അവർ 2 പേരുണ്ട്, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. എന്നാലും പ്രശ്നമുണ്ടാവില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ അവരുടെ പിന്നാലെ പോയി. അവർ പിന്നെ കൊണ്ടുപോയ റൂം നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു 2 തല്ല് കിട്ടുമോ എന്ന്. അതിലെൻ്റെ ലഗേജൊക്കെ അവർ അവിടെ കൊണ്ടുവന്ന് വെച്ച് തന്നു. വളരെ ഹാപ്പിയായാണ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. ഈ കടന്നു പോകുന്ന ഗംഗ നദിയുടെ മുകളിലൂടെയുള്ള ഗംഗാ ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് നമുക്ക് അപ്പുറത്തേക്ക് കടന്നാൽ ഈ ഹരിദ്വാറിൽ ഗംഗാ ആരതിയൊക്കെ നടത്തുന്ന ആ പ്രദേശത്തേക്ക് എത്താം. ഞാൻ റൂമിൽ ലഗേജ് വെച്ച് നേരെ പോയത് ഹർക്കി പൗരി ഗംഗാരതി കാണാനാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 4 മണിയോളം ആയി ഈ റൂമിലെത്തിയപ്പോൾ. നമ്മൾ നേരത്തെ ചെന്നാൽ അവിടെ ഫ്രണ്ട് ലൈനിൽ തന്നെ നമുക്ക് സീറ്റ് കിട്ടും, അല്ലെങ്കിൽ ഒത്തിരി പുറകിലായി പോവും നമ്മൾ. അപ്പോൾ ഗംഗാരതി ശരിക്ക് കാണാൻ സാധിക്കില്ല. ഇതിനു മുമ്പ് ഞാൻ 2 തവണ ഗംഗാരതി കണ്ടിട്ടുണ്ട്. ചാർധാം ഒരു വട്ടം പോയപ്പോഴും പിന്നീട് വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിംഗ് പോയപ്പോഴും ഇവിടെ ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഗംഗാരതി കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. എന്നിരുന്നാലും അതൊരു ഭംഗിയാണ് അത് ആസ്വദിക്കാൻ. ഈ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ
ഇവിടെ ഇപ്പോൾ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ ഉത്സവം ഇവിടെ സാധാരണയായി നടക്കാറുള്ളത്. ഇതിനെ കൻവാർ തീർത്ഥാടനം എന്നാണ് പറയുന്നത്. ഇതിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഗംഗയിൽ നിന്ന് പുണ്യജലമെടുത്ത് കുടങ്ങളിൽ നിറച്ച് ഒത്തിരി കിലോമീറ്റർ ദൂരെ അവരുടെ ഗ്രാമങ്ങളിലുള്ള ശിവക്ഷേത്രങ്ങളിൽ വഴിപാടായി വിതരണം ചെയ്യുന്ന കൻവാർ തീർത്ഥാടനം കൂടിയാണ് ഈ നടക്കുന്നത്. ആളുകളെല്ലാം വലിയ മുളതണ്ടുമേൽ അപ്പുറവും ഇപ്പുറവും എല്ലാം വലിയ കുടങ്ങൾ അലങ്കരിച്ച് അതിൽ ജലവും നിറച്ച് ഒത്തിരി കിലോമീറ്റർ 100-150 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഈ നടന്നു കൊണ്ടുപോകുന്നത്. ഇത് ഇവിടുത്തെ വലിയൊരു ഉത്സവം കൂടിയാണ്. കൻവാർ യാത്രയ്ക്ക് നഗ്നപാതരായി നടക്കുന്ന ഒത്തിരി നമുക്ക് കാവ്യവസ്ത്രധാരിയായ ആൾക്കാരെ കാണാം. ഷൂ ഇട്ടിട്ടും അതുപോലെ തന്നെ ചെരുപ്പ് ഇട്ടിട്ടും വരുന്നവരുണ്ട്. പക്ഷേ കൂടുതലും നഗ്നപാതരായിട്ടുള്ള ആൾക്കാരെയാണ് കാണുന്നത്. എല്ലാ കൊല്ലവും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ്, അതിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ബീഹാറിൽ നിന്ന് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർക്ക് മാത്രം പോകാൻ വേണ്ടിയുള്ള ആ ഒരു വരിയാണ്, ആ ഒരു വേയാണ് ഇത്. അപ്പുറവും ഇപ്പുറവും മറച്ച് ഇതിലെവിടെയാണ് അവരെ കടത്തിവിടുന്നത്. നമ്മളെ പോലീസുകാർ 2 വീലർ മാത്രം ഈ വഴിയിലൂടെ കടത്തിവിട്ടതാണ്. ഇന്ന് വഴിയിൽ നല്ല മഴയുണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ മഴ ഇന്ന് വളരെയധികം കുറവായിരുന്നു. പക്ഷേ ഇവിടെ അസ്തമയം ഈ സമയത്തെല്ലാം നേരം വൈകിയാണ്. 7 മണിയോട് അടുത്താണ് അസ്തമയം. അതുകൊണ്ട് ഒത്തിരി നേരം ഇവിടെ ഇരിക്കണം. ഒരു ഓട്ടോറിക്ഷയിലുള്ള ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. 1 2 3 4 ആൾ ഈ പുറകിലോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കലും അതിൻ്റെ ഉള്ളിൽ ഒരു 5-6 പേരിരിക്കുന്നുണ്ട്. ഡ്രൈവറും ഡ്രൈവറുടെ അപ്പുറവും ഇപ്പുറവും 5 4 9 3 12 പേരാണ് ആ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്സവത്തിൻ്റേതായ ജനങ്ങളെല്ലാം ഇതിലെ തിങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും നമുക്ക് കാണാം. ഇപ്പോൾ മഴ മാറി നിന്ന് അന്തരീക്ഷം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഈ യാത്ര ഇവിടം വരെ എത്തിയതിൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ എത്താൻ സാധിച്ചു. ഗംഗാരതി ദിവസവും സന്ധ്യാസമയത്ത് നിരവധി പൂജാരിമാരും അവർ തന്നെ നിരവധി ദീപവും കയ്യിലേന്തി ഭക്തജനങ്ങളുടെ താളത്തിൽ താഴേക്കും മുകളിലേക്കും ദീപങ്ങൾ ചുഴറ്റുന്നു. ഒരു 45 മിനിറ്റ് നേരമുണ്ടാവും ഇത്. അതുപോലെ തന്നെ ഈ ഭഗീരഥി നദിയും അളകനന്ദ നദിയും, ഈ 2 നദികളും കൂടി ഹരിദ്വാറിലാണ് സംഗമിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയും കൂടി ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഇത് ഗംഗയായി തന്നെ പോകുന്നു. അളകനന്ദ നദി ബദ്രിനാഥിൽ നിന്നും ആണ് ഉത്ഭവിക്കുന്നത്. ഭഗീരഥി നദി ഗംഗോത്രിയിൽ നിന്നും. ഹരിദ്വാറിലേക്കുള്ള കൻവാർ തീർത്ഥാടനം ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപരമായ ഒരു പരിപാടിയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. 2023 ഏകദേശം 30 ദശലക്ഷം ഭക്തർ പങ്കെടുത്തു എന്നാണ് കണക്ക്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, അതുപോലെ തന്നെ പഞ്ചാബ്, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ കൂട്ടമായി ഇവിടെ എത്തുന്നു. ഇതിൽ ബീഹാറിൽ നിന്ന് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നാണ് കണക്ക്. നമുക്ക് ഈ വഴിയിലരികിലെല്ലാം കാണാം കാവ്യവസ്ത്രധാരികളായി നഗ്നപാതരായി ഈ നടക്കുന്ന ഈ തീർത്ഥാടകരാണ് ഇവിടെ. ഇവരെല്ലാം ചിലവരെല്ലാം ട്രക്കുകളിൽ വന്ന് അവരുടെ കുടുംബസമേതം ഇതിൽ ഈ നടക്കുന്നതിൽ വനിതകൾ വളരെയധികം കുറവാണ് കണ്ടത്. ഈ കാവ്യവസ്ത്രവും ഇട്ട് ബാക്കി അവരുടെ കുടുംബം ഒക്കെ വേറെ ട്രക്കുകളിലെല്ലാം ഇവിടെ എത്തുന്നുണ്ട്. അതും നമുക്ക് കാണാവുന്നതാണ്. ഹർക്കി പൗരിയിലെ ബ്രഹ്മകുണ്ട് ഹട്ടിൽ ആണ് ഈ അമൃത് വീണത് എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഈ
ബ്രഹ്മകുണ്ട് ഹട്ടിലാണ് ഈ ഗംഗാദേവിക്ക് ഗംഗാരതി നടത്തുന്ന മെയിൻ സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടം വരെയൊക്കെയാണ് വണ്ടി പോവുകയുള്ളൂ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് നടന്ന് തന്നെ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് വണ്ടി പാർക്കിംഗ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലെല്ലാം ഉള്ള മതിലെല്ലാം താഴെയൊക്കെ വൃത്തികേടാണെങ്കിലും മതിലെല്ലാം അവർ ക്ലീനാക്കി ചിത്രപ്പണികളൊക്കെ ചെയ്ത് വാട്ടർ ടാങ്കുകളും ഒക്കെ ക്ലീനാക്കി ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് എനിക്ക് വണ്ടി ഒതുക്കി വെച്ച് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. വണ്ടി അവിടെ ഒതുക്കി വെച്ച് ഞാൻ അവിടെ നിന്ന് നടത്തം ആരംഭിച്ചു. ഈ ഗംഗാരതി നടക്കുന്ന ഈ സ്ഥലത്തേക്ക് ഗംഗ അതിൻ്റെ എല്ലാവിധ രൗദ്രഭാവത്തിലൂടെയാണ് ഒഴുകുന്നത്. അങ്ങ് ഹിമാലയം സാനുക്കളിൽ വളരെ ശക്തമായ മഴയുണ്ടെന്നാണ് അറിഞ്ഞത്. എനിക്ക് ആ ഭാഗത്തേക്ക് പോകേണ്ടതും കൂടിയാണ്. അവിടെ ലാൻഡ് സ്ലൈഡിംഗ് എല്ലാം നടന്നു എന്നും അറിഞ്ഞു. ഗംഗ അതിശക്തമായാണ് ഒഴുകുന്നത്. ഈ ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. വിരൽ വെച്ചാൽ വിരൽ മുറിഞ്ഞു പോകുന്ന വിധത്തിലുള്ള വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് കാണാം. ഇതെല്ലാം കണ്ട് വീണ്ടും ഇതിലൂടെ നടന്ന് ഇതിൽ കമ്പിവേലിയൊക്കെ ഇട്ട് തിരിച്ച് ആൾക്കാർ ചെറിയതായിട്ട് ഈ ഘാട്ടുകളിൽ നിന്ന് സ്നാനം നടത്തുന്നുണ്ട്. അങ്ങോട്ടിറങ്ങിയാൽ അപകടമാണ്. അപ്പോൾ ഇതിലൂടെയാണ് നടത്തം. ഈ സൈഡിലെല്ലാം ഒത്തിരി ചെറിയ ചെറിയ തള്ളുവണ്ടിയിലുള്ള കച്ചവടക്കാരൻ എല്ലാം ഉണ്ട്. ഐസ്ക്രീം, അതുപോലെ തന്നെ കോൺ ചൂടാക്കി ചോളം പൊള്ളിച്ചും ചുട്ടും കൊടുക്കുന്ന ചെറിയ ചെറിയ കച്ചവടക്കാരും, അതിൽ ചെറിയ സർക്കസ് കളിക്കുന്ന ചെറിയ കുട്ടികളെയും കൊണ്ട് സർക്കസ് കളിക്കുന്ന കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒത്തിരി പേര് ഈ ഭാഗത്ത് അവരുടേതായ ബിസിനസ്, കുടുംബം പോറ്റാനുള്ള ആ ബിസിനസ്സും ഈ വഴിയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ മെല്ലെ ഞാൻ ഈ ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ഒത്തിരി സ്ഥലത്ത് കുടകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ, മാലകൾ, അതുപോലെ കാവ്യ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം ഈ ഭാഗത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. ആ സർക്കസ് കാണാൻ കുറച്ച് പേരെല്ലാം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ചെറിയ കുട്ടികളെയും കൊണ്ട് കളിക്കുന്ന സർക്കസ് ആയ കാരണം അതൊരു രണ്ട് സൈഡിലും കമ്പിയൊക്കെ കുത്തി അതിലൊരു കയറൊക്കെ കെട്ടി അതിലേ നടത്തുന്ന ഒരു സർക്കസാണ്. ഞാനത് കാണാൻ നിന്നില്ല. അവിടെ നിന്ന് നേരെ വീണ്ടും പോവാണ്. ഒത്തിരി കൊച്ചുകുട്ടികളെല്ലാം ഇതിലെ ഓടിയൊക്കെ കളിക്കുന്നുണ്ട്. ഇന്ന് ഈ ഭാഗത്ത് വലിയ തിരക്കില്ല. പക്ഷേ ആരതി നടക്കുന്നവർക്ക് പോയാൽ ഇവിടെ തിരക്കില്ലെങ്കിലും അവിടെ നല്ല തിരക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടേക്കാണ് ഈ ജനങ്ങളിലെല്ലാവരുടെയും ഒഴുക്ക്. ഇവിടെ ഒരു ചേട്ടൻ ചോളം ചുട്ട് കരിച്ച് വെച്ചിട്ടുണ്ട്. അതും മേടിച്ച് കഴിക്കാൻ നമുക്ക് 10 രൂപയേ ഉള്ളൂ ഒരെണ്ണത്തിന്. വലുതാണെങ്കിൽ 20 രൂപ മാത്രം. ഈ ബ്രിഡ്ജ് കടന്നാൽ അപ്പുറത്താണ് ബ്രഹ്മകുണ്ട് ഹട്ട്. അതിലൂടെ ഈ പാലത്തിലൂടെയാണ് ഒത്തിരി വിദേശികളും ഇതിലുണ്ട്. ഈ പാലത്തിലും നല്ല തിരക്കുണ്ട്. ഇതിൽ പല പല ബിസിനസ്സുകാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കൈരേഖ നോക്കുന്നത് പോലെ എന്തോ ഒരു സംഭവം ഇവരും അവിടെ നോക്കി ഇതിലേക്ക് ഇരിക്കുന്നുണ്ട്. കുറച്ച് പേര് ഈ പച്ച കുത്തുന്ന കുറച്ച് ആൾക്കാരെയും ഇവിടെ കണ്ടു. ഈ പാലത്തിലൂടെ മെല്ലെ അപ്പുറത്തോട്ട് കടക്കണം. അപ്പോൾ ഞാനും ഈ പാലത്തിലൂടെ കൂടെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇനി നമുക്ക് ഇവരുടേതായ ഭാഷകളും അതുപോലെ തന്നെ ഇവരുടേതായ പല സംസ്ഥാനങ്ങളുള്ളവരുടെ സംസാരങ്ങളെല്ലാം കേട്ട് നമുക്കും ഇവരോടൊപ്പം ഇവരുടെ ഒരാളായി മുന്നോട്ട് പോകാം.
अठे ओली में वही जो सारा चलो बटे आणखी मुहूर्त आहे बटे एक शिवजी मुहूर्त वाली हां तो हो जाएगा हां गंगा माता मोरतार की बटी से ले अरे चला मुझे अलग है कह रहा था गंगाराम जी भाटी सोलंकी चौहान डाबू थोड़ा का ഗംഗാരതി നടക്കുന്ന സ്ഥലമാണ്. श्रीमती बीरो जो वलीपुर दिल्ली से आई हुई है और अपने पतियों से बिछड़ गई है, कहीं आवाज के सुने तो सुभाष की मूर्ति के पास पहुंच जाए, वहाँ पर तुम्हारे साथी तुम्हारा इंतजार कर रहे हैं. ഗംഗാരതി കാണാൻ എല്ലാവരും അക്ഷമരായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ നിന്നുള്ള പൂജാമന്ത്രങ്ങളും
ഗാനങ്ങളുമെല്ലാം നമുക്ക് കേൾക്കാം. ഇപ്പോൾ തന്നെ ആരതി തുടങ്ങും. അപ്പോൾ അതെല്ലാം കേട്ട് ഇവിടെ ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ പുറകിൽ കാണുന്നതാണ് ഇവിടുത്തെ ഹരിദ്വാർ ശിവ് ധനുഷ് ബ്രിഡ്ജ് എന്ന് പറയും. ഗംഗ ആരതിയാണ്. ആരതി ക്യാമറയിലെടുക്കുന്നവരെ തിരക്കാണ്. आरती में बोल देना भैया, और किसी ने गंगा आरती में दान लिखाना हो बोल देना भैया. आगे साली का दान है गंगा जी की आरती में, पूजा में, सेवा में. आरती में बोल देना भैया. और कल श्रद्धालु अपना दान लिखाने से रहेगा आरती आरती पूजा सेवा में बोल देना भैया. और कोई दानी सज्जन गंगा जी की आरती में, पूजा में, सेवा में अपना दान लोग लिखाना चाहे बोल देना भैया. और कोई दान में गंगा जी की आरती का महाराष्ट्र और भैया कोई दानी सज्जन गंगा जी की आरती में, पूजा में अपना दान लिखाना चाहे बोल देना. और कोई श्रद्धालु और भैया कोई दानी सज्जन गंगा जी की आरती में दानी सज्जन दान देने से लगा वो आरती में बोल देना. और कोई श्रद्धालु और किसी के दान से लोग आरती में बनाओ. और कोई दानी सज्जन अपना दान दिखाने से लगा वो आरती में बोल देना.
जो है आज ഇതും കണ്ട് നേരെ ഇനി റൂമിലേക്കാണ് എൻ്റെ മടക്കം. ഹോട്ടൽ ഇതാണ് സംഘം. ഞാൻ താമസിച്ച ഹോട്ടൽ സംഘം. ഈ സംഘത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ വണ്ടി ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ക്യാമറ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ല, എല്ലായിടത്തും ഇതേപോലെ തന്നെ പുറത്താണ് ഇരിക്കുന്നത്. ഇതാണ് അവിടുത്തെ റിസപ്ഷൻ. അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇന്നിവിടെ കൂടി ഇവിടെ നിന്ന് നാളെ യാത്ര വീണ്ടും ആരംഭിക്കണം. ഡെറാഡൂണാണ്. ഡെറാഡൂണിൽ നിന്ന് എനിക്കിനി ഷിംലയ്ക്കാണ് പോകേണ്ടത്. അപ്പോൾ നാളെ ഡെറാഡൂൺ കണ്ട് അവിടെ നിന്ന് ഷിംല എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും നാളെ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.